സഹോദരന്മാരുടെ സാക്ഷ്യം കേൾക്കാനിടയായി. ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് നല്ലൊരു സമയത്ത് തന്നെയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസത്തിന്റെ വചനം, ഈ പ്രത്യാശയുടെ വചനം ഓരോ വ്യക്തി ജീവിതത്തിലും ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നത് പലപ്പോഴും പല അവസ്ഥയിലാണ്. നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ എല്ലാം ഉള്ള സമയത്തും ഈ വചനം കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ സഹോദരന്മാർ പറയുകയുണ്ടായി, ഞാൻ തകർന്നിരുന്ന സമയത്ത്, ഞാൻ ആലോചിച്ചിരുന്ന സമയത്ത്, ഞാൻ ചിന്താകുലനായിരുന്ന സമയത്ത് ഈ വചനം കടന്നു വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് അനുഭവപ്പെട്ടു, എന്റെ ഭാരങ്ങളെല്ലാം ആരോ എടുത്തു മാറ്റുന്നു. അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ല, എനിക്ക് വലിയ വീട് കിട്ടി, എനിക്ക് വലിയ പൈസക്കാരനായി, എനിക്ക് എല്ലാം കിട്ടിയെന്ന് അവർ പറഞ്ഞില്ല. അവർ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ആ പ്രത്യാശ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആത്മഹത്യയുടെ വക്കിൽ ഞാൻ നിന്നപ്പോൾ ഈ സുവിശേഷം കേട്ടുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് ഒരു തണുപ്പിന്റെ അവസ്ഥ കടന്നു വന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് നിൽക്കുന്നു എന്ന് ആ സഹോദരൻ പറയുകയുണ്ടായി. തന്റെ പപ്പയും തന്റെ ചേച്ചിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു കാര്യം പറഞ്ഞില്ല, അവർ മാറ്റപ്പെട്ടപ്പോൾ തന്റെ പപ്പയ്ക്ക് എയ്ഡ്സ് ബാധിതനായിരുന്നു. പലരും അവരെ തള്ളി പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ആ ഒരു സമയത്താണ് ഒരിക്കലും നമ്മളെ കൈവിടാത്ത ഈ സുവിശേഷം, ഈ സത്യവചനം തന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ഇന്ന് താൻ വിശ്വാസത്തിലായിരിക്കുന്നു. താൻ ഏകദേശം 1.5 വർഷമായി ഈ സുവിശേഷം വേണ്ടി മുന്നോട്ട് തന്റെ ജീവിതത്തിലേക്ക് താൻ കുതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ സാക്ഷ്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥരാകുന്നു എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നു. എന്റെ പേര് ജിൻസൺ എന്നാണ്. ഞാനും പാസ്റ്ററുമായിട്ടുള്ള ബന്ധം എന്റെ പപ്പ മുഖാന്തരമാണ്. ഞാൻ പാസ്റ്ററെ അധികം എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പാസ്റ്റർ പലപ്പോഴും ഞങ്ങളുടെ കോളേജിൽ കടന്നു വന്ന് നല്ല സിറ്റുവേഷൻ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിൽ ഇന്നും നിൽക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾ ആലപ്പുഴ ദേശത്ത് ചേപ്പാട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ കടന്നു വരുന്നു. പ്രത്യാശ ദീപം എന്ന സ്ഥാപനത്തിൽ സുവിശേഷത്തോടനുബന്ധിച്ച് മിനിസ്ട്രിയിലായിരിക്കാൻ, വേലയിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവിടെ നോർത്തിൽ നിന്ന് കടന്നു വരുന്ന പല സഹോദരന്മാരുണ്ട്. അവരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ പലപ്പോഴും കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ഉടുപ്പാൻ നേരിയ വസ്ത്രമില്ലാതെ, അങ്ങനത്തെ ഒരു സമയത്താണ് ഈ പ്രത്യാശയുടെ വചനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവർക്ക് ആയിരിക്കുന്ന കോളേജിനെ പറ്റി അവർക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും കോളേജിന്റെ മഹിമയോ ഒന്നുമല്ല. അവർക്ക് വേണ്ടി 50 വർഷം മുമ്പ് വി ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു സുവിശേഷകന്റെ ഹൃദയത്തിൽ തോന്നിച്ചത് ദൈവം ഇന്നും ആ ദേശത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. തന്റെ ഹൃദയത്തിൽ ഒരേ ഒരു കാര്യം തോന്നിച്ചു, ഞാൻ തന്റെ ജോലി വിട്ടുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അന്ന് തന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവം ഇന്ന് തന്റെ കയ്യിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് എല്ലാ അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനെ ദൈവത്തെ സ്വന്തം ചെയ്യുന്നു. ആ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കും ഈ സഹോദരന്മാർക്ക് ദൈവം വളരെ ഭാഗ്യം തന്നു. ഈ വചനം മൂലം ഇതെല്ലാം നടന്നു എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കോ ഈ സഹോദരന്മാർക്കോ ഇന്ന് ഇത്ര സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. പലപ്പോഴും ഈ സ്നേഹം അറിഞ്ഞിട്ടും തെറ്റിപ്പോകുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വചനത്തിലൂടെ കേൾക്കുന്നുണ്ടായി. ആ ഒരു കഷ്ടത്തിന്റെ അനുഭവത്തിൽ ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, നിന്നെ കൊണ്ട് ദൈവത്തിൽ ഒരാവശ്യമില്ല. പല വലിയ ആൾക്കാരുടെ മുന്നിൽ, പല വലിയ കുടുംബക്കാരുടെ മുന്നിൽ നിന്റെ കുടുംബത്തിനെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ വചനം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, ലോകത്തിന്റെ വാക്കുകളല്ല, നിന്റെ പിതാവ്, എന്റെ പിതാവ് എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഒരു പദ്ധതി ഇട്ടിട്ടാണ് വിളിച്ചു വേർതിരിച്ചത്. പക്ഷേ ആ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അവർ പല കാര്യത്തിലും ദൈവത്തെ നോക്കി കൈപ്പുള്ള വാക്കുകൾ സംസാരിച്ചു. ദൈവം അവരെ പണിയുവാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ ഇടറി വീഴുവാനായിട്ടിടയായി. ഇന്ന് നമ്മൾ പാടിയ പാട്ട്, ഇത്രമേൽ എന്നെ സ്നേഹിക്കുവാൻ, നമ്മൾ പലപ്പോഴും ഇടറി വീണ് അവനെതിരായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചപ്പോഴും അവൻ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് പറഞ്ഞു, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ തിരിച്ചു വരിക, നിനക്കുള്ള ശക്തി ഞാൻ നിന്നെ ഏകിയിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ചെങ്കടലിന്റെ മുന്നിൽ നിന്നപ്പോൾ മോശയോട് യഹോവയാ ദൈവം ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നീ അറിയുക. നിന്റെ കയ്യിലിരിക്കുന്ന വചനം, നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം എന്താണെന്ന് നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ മുമ്പിൽ ചെങ്കടൽ, നീ വിശ്വാസത്തോടെ മുന്നോട്ട് അടിവെച്ചാൽ ചെങ്കടലും 2 ഭാഗമായി തീരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ചേർന്നുകൊണ്ട് 1 ശമൂവേൽ അതിന്റെ 10-ാം അധ്യായം 6-ാം വചനം വായിക്കാം. 1 ശമൂവേൽ അതിന്റെ 10-ാം അധ്യായം 6-ാം വചനം ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീ അവരോടുകൂടെ
ഹല്ലേലൂയ. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ അവരോട് കൂടെ പ്രവചിക്കുകയും, പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കേണ്ട വിഷയം. നീ ആള് മാറിയവനെ പോലെ ആയിത്തീരും. ഇന്ന് കണ്ട നീ അല്ലായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് സാക്ഷിയായി നിൽക്കുന്നത്. ഈ സഹോദരന്മാരെ കണ്ട പഴയ ജീവിതമല്ല ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഇന്ന് നമ്മോട് കാഴ്ചവെച്ചത്. അവരുടെ പഴയ ജീവിതത്തെ കുറിച്ച് അവർ ആലോചിച്ചു കഴിഞ്ഞാൽ അവർ ആലോചിക്കാൻ പോലും ഇന്ന് തുനിയുന്നില്ല എന്നാണ് അർത്ഥം. കാരണം എന്നാണോ പരിശുദ്ധാത്മാവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായത്, അന്ന് മുതൽ അവർ പഴയ വ്യക്തികളല്ല, പുതിയ വ്യക്തികളാണ്. ഇന്ന് നമ്മൾ വായിച്ച വചനം, അതിന്റെ ഇതിഹാസത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വായിച്ച വചനം, അതിന്റെ 7-ാം അധ്യായം പോലും നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കിഷിന്റെ മകനായ ശൗലിന്റെ കഥയെ കുറിച്ചാണ് നമ്മൾ വായിക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ യാചിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഉയർത്തിപ്പിടിച്ച ആദ്യത്തെ രാജാവിന്റെ കഥയാണ്. അവിടെ നമ്മൾ 3 വ്യക്തിത്വങ്ങളെ കുറിച്ച് വായിക്കാൻ സാധിക്കും. 1 ശമൂവേൽ, 2-ാമത് ശൗൽ, 3-ാമതാണ് യഹോവയാം ദൈവം. അതിൽ മുഖ്യധാരിയാണ് യഹോവയാം ദൈവത്തിന്റെ പ്രവർത്തികൾ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഇന്ന് വായിച്ച വചനം, ഇതിന്റെ കഥ, ഇതിന്റെ ഒരു ഇതിഹാസം ഇങ്ങനെയാണ്. അവിടെയുള്ള തന്റെ പിതാവിന്റെ കാണാണ്ടായ കഴുതുകളെ തപ്പിയിറങ്ങിയ 2 വ്യക്തികൾ, 1 ശൗൽ, 2-ാമത് ശൗലിന്റെ അവിടെ ശൗലിന് വേണ്ടി ശൗലിന്റെ കൂടെ നിന്ന സഹായകനാണ്. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 5-ാം വചനം ഒന്ന് വായിച്ചാട്ടെ. 5-6 വചനങ്ങൾ 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 5-6 വചനങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. സൂർ ദേശത്തെത്തിയപ്പോൾ ശൗൽ തന്റെ, അവിടെ എഴുതിയിരിക്കുന്നത് തന്റെ സഹായകൻ എന്ന് ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്കെന്താണ്? തന്റെ ഭൃത്യനോട് പറഞ്ഞില്ല, തന്റെ സഹായകനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. അവർ വളരെയധികം പല ദേശത്തും നടന്നുകൊണ്ട് അവർ അന്വേഷിക്കുകയാണ്. തന്റെ പിതാവിന്റെ കഴുതകൾ കാണാണ്ടായി. ആ ഒരു അന്വേഷണത്തിലാണ് അവർ ഇറങ്ങി തിരിച്ചത്. അവരുടെ ജീവിതത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു, ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്റെ പിതാവിന്റെ നഷ്ടപ്പെട്ട കഴുതകൾ എവിടെ? അതും കൊണ്ട് തിരിച്ചു പോകുവാനായിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്. പക്ഷേ അവരുടെ യാത്രാ മധ്യത്തിൽ അവരുടെ മനസ്സിൽ തോന്നിയത്, അവർ എന്ന് ഞാൻ പറയുന്നത് അവിടെ ശൗലിനെ കുറിച്ച് മാത്രമാണ് തന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം. ഇനി നമ്മൾ ഈ കഴുതകൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചാൽ എന്റെ പിതാവ് എനിക്ക് വേണ്ടി ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ്. പലപ്പോഴും ഞാനും നിങ്ങളും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പല ചോദ്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ടാണ് കടന്നു വന്നത്. എന്റെ അവസ്ഥകൾ മാറുമോ? എന്റെ അവസ്ഥകൾക്ക് ഒരു ഉത്തരം ലഭിക്കുമോ? എനിക്കൊരു വിടുതൽ ലഭിക്കുമോ? ഇങ്ങനെ പല ആവശ്യങ്ങളുമായിട്ടാണ് കടന്നു വന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഉത്തരം ലഭിക്കാണ്ടായപ്പോൾ ഇന്ന് നമ്മൾ വചനത്തിലൂടെ കേട്ടു, നമ്മൾ ആ പിതാവിലേക്ക് നോക്കി, നമ്മളെ ഇത്രയും നാളും വഴി നടത്തി പിതാവിലേക്ക് നോക്കി നമ്മൾ പറഞ്ഞവരാണ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എനിക്ക് തിരിച്ചു പോകുവാൻ സമയമായി. എന്റെ പിതാവ്, എന്റെ ലോകത്തുള്ള പിതാക്കന്മാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാമെന്ന് ഞാനും നിങ്ങളും പല പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചോദ്യം ഉയർത്തിയതാണ്. നമ്മൾ വാക്യങ്ങൾ ഉച്ചരിച്ചവരാണ്. പക്ഷേ പല സമയത്തും എന്നെയും നിങ്ങളെയും ഈ വിശ്വാസത്തിലേക്ക് നടത്തുവാനായിട്ട് ദൈവം ആരെങ്കിലേക്ക് എവിടെയെങ്കിലൊക്കെ നിലനിർത്തിയിട്ടുള്ളതാണ് സത്യം. ആ സഹോദരൻ പറയുകയുണ്ടായി, ഏതോ ഒരു സഹോദരൻ താൻ മരിക്കുവാൻ പോയപ്പോൾ അവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടി. ആ സഹോദരനാണ് തന്നെയും തന്റെ കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വിടുവിച്ചത് എന്ന്. ആ സഹോദരൻ അയച്ചത് വേറെ ആരുമല്ല, പിതാവാൻ ദൈവം തന്നെയാണ്. കാരണം ഈ നുറുക്കിയ അവസ്ഥയിലും അവരുടെ ജീവിതത്തിൽ ഒരു നല്ല തണുപ്പിന്റെ അവസ്ഥയാകുവാൻ അവൻ മുന്നമേ പദ്ധതിയിട്ടിരുന്നു. ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്, ഉടനെ തന്നെ തന്റെ ഭൃത്യൻ തന്നെ നോക്കി പറഞ്ഞു, അങ്ങനെയല്ല യജമാനനെ, നമ്മൾ തിരിച്ചു പോകേണ്ടവരല്ല. ഈ ദേശത്ത് ഒരു ദൈവദാസനുണ്ട്, അവന്റെ അടുക്കിലേക്ക് പോയവരാരും ഉത്തരം ലഭിക്കാണ്ട് തിരിച്ചു വന്നിട്ടില്ല. അവന്റെ ഭവനത്തിൽ കയറിയവരാരും ഉത്തരം ലഭിക്കാണ്ട് തിരികെ മടങ്ങിയിട്ടില്ല. നമുക്കൊന്ന് അവിടം വരെ പോകുക എന്നുള്ളതാണ്. പക്ഷേ ശൗലിന്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നത്, അന്ന് കാലത്ത് ഏതെങ്കിലും ഒരു വലിയ ആളുടെ അടുക്കൽ കടന്നു പോയാൽ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വീട്ടിൽ കടന്നുപോയാൽ അവർക്ക് എന്തെങ്കിലും കാഴ്ച വെക്കുന്നത് ഒരു പതിവുണ്ടായിരുന്നു. ശൗൽ ഉടനെ പറഞ്ഞു, പോയിട്ടും കാര്യമില്ല, കാരണം എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന്. പക്ഷെ ആ ശിഷ്യനെ നിങ്ങൾ ഒരിക്കൽ ആലോചിക്കുക, താൻ പറയുകയുണ്ടായി, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം,
ഈ ചിന്ത നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും. ഈ ചിന്ത നിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്താരയായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നിങ്ങൾ തിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ വിഷയങ്ങൾ ഒന്നും കൂടെ ഓർത്തുകൊണ്ട് ഈ വചനത്തെ നിങ്ങൾ ധ്യാനിക്കുക. അവിടെ തന്റെ ഭൃത്യൻ പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് എന്താണോ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തരുവാനായിട്ട്, ആ ദേവദാസിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സത്യം, നമ്മൾ ദൈവത്തിന് വേണ്ടി ദേവദാസന്മാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. പക്ഷെ ശൗലോ തന്റെ ഭൃത്യനോ അറിയുന്നില്ല, ഇസ്രായേൽ ജനതയുടെ ആദ്യത്തെ രാജാവിനുള്ള ഒരുക്കമാണ് ഈ കഴുതകളെ തേടിയുള്ള ഇറങ്ങൽ എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇറങ്ങിയ വിഷയങ്ങൾ ചെറുതായിരിക്കും, പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നതിനുപരി, ഞാൻ നിങ്ങളും ചിന്തിക്കുന്നതിനുപരി ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. പക്ഷേ അവിടെ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പലപ്പോഴും പല ആലോചനകളുടെയും പല പ്രസംഗങ്ങളുടെയും പല മീറ്റിങ്ങുകളുടെയും ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഈ വചനത്തിന്റെ കഥയിലൂടെ നമ്മളൊന്ന് ഓടിച്ചു വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് താൻ ശമൂവേലിന്റെ വീട്ടിൽ ചെന്നു. പക്ഷെ ഒരു ദിവസം മുൻപേ ശമൂവേൽ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു. ഇന്ന് നിന്റെ മുമ്പിൽ, നാളെ നിന്റെ മുമ്പിൽ വരുന്ന വ്യക്തിയാണ് മുന്നോട്ട് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാൻ പോകുന്ന വ്യക്തി. പ്രവാചകന് വളരെ വ്യക്തമായിട്ട് തന്റെ ഹൃദയത്തിൽ ഈ വാക്കുണ്ടായി, ഈ അരുളപ്പാടുണ്ടായി. അവൻ ശമൂവേലിനെ കണ്ടപ്പോൾ താൻ മനസ്സിൽ ഉറപ്പിച്ചു. അതുകൊണ്ട് താൻ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് ഓടിച്ചു പറയുകയാണ്. നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം ഈ വചനങ്ങൾ ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുക. നിങ്ങളുടെ താഴ്ചയുടെ അവസ്ഥയിൽ നിങ്ങൾക്കൊരു ഉയർച്ചയുടെ നല്ലൊരു തണുത്ത അവസ്ഥ കാണുവാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പായി തീരുമെന്നുള്ളതാണ് ഈ വചനത്തിന്റെ സത്യം. അപ്പോൾ ശമൂവേൽ നോക്കി പറയുകയുണ്ടായി, എന്റെ ഗോത്രം ഇതെല്ലാം അറിഞ്ഞിട്ടാണോ എന്നോട് സംസാരിക്കുന്നത്? ഏറ്റവും താഴ്ന്ന ആളാണ് ഞാൻ, എന്നെക്കാളും വളരെ ശക്തവാന്മാരായ ആൾക്കാരുണ്ട്. എന്നാൽ 9-ാം വാക്യം അതിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്നു, 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ആ ശൗലോ ആ ദേശത്തുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമനായിരുന്നു. തന്റെ ഉത്തമത്വം, തന്റെ ജീവിതത്തിലുള്ള ദാനമായി കൊടുത്ത എന്താന്ന് പോലും താനോടെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഒരു അന്വേഷണത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ ഞാൻ ആരാണ്, എന്നിലുള്ളത് എന്താണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമെന്നുള്ളതാണ് സത്യം. ഇവിടെ ശൗൽ തന്നെ നോക്കി പറയുന്നു, അടിയനെ നോക്കിയാണോ, എന്നെ നോക്കിയാണോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? ഇത്രയും വലിയ കാര്യമാണോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അതിന്റെ താഴത്തോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതി വെച്ചിരിക്കുന്നു. 9-ാം അധ്യായം 24-ാം വാക്യം വളരെ വ്യക്തമായി വായിക്കുക. 9-ാം അധ്യായം 24-ാം വാക്യം. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ നോക്കി പറയുകയാണ്, ഞാൻ തന്റെ അവിടെ കൊട്ടാരത്തിലുള്ള ഭൃത്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ തക്ക സമയത്തൂടെ കൊണ്ടുവരിക. കാരണം കഴിക്കുവാനായിട്ട് ദൈവം യോഗ്യനാക്കി ഒരുത്തനെ അയച്ചിരിക്കുന്നു. തന്റെ ഭൃത്യന്മാരെല്ലാം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചപ്പോഴും ശൗലിന്റെ മനസ്സിൽ ഇപ്പോഴും ഡൗട്ടുണ്ട്. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വലിയ വലിയ പുരോഹിതന്മാരുടെ കൂട്ടത്തിലാണ് താൻ ഇരുന്ന് ഭോജനം ചെയ്യേണ്ടത്. ഒരു രാജഭോജനമാണ് തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ വാക്യം ഒരിക്കലും ഒരു ഭക്ഷണത്തിന്റെ വാക്യമല്ല. ആ വാക്യത്തിലൂടെ നമ്മളോട് ഈ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിലത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് എന്റെയും നിങ്ങളുടെയും മുന്നിലെത്തും. ഇന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും നിങ്ങളും വിചാരിച്ചു കാണും, ദൈവമേ ഇന്നത്തെ എന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് നാളെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അവിടെ ദൈവം നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട്, അത് നാളെ കിട്ടിയാൽ നീ മാത്രമേ അറിയത്തുള്ളൂ. അത് കുറച്ച് നാളുകൾക്ക് ശേഷം നിന്റെ ജീവിതത്തിൽ നീ തകർന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ നീ എന്റെ സാക്ഷിയായി നിന്നുകൊണ്ട് പറയും, ഞാൻ വിചാരിച്ചതാണ്, ഞാൻ മറന്നു കളഞ്ഞതാണ്, എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്റെ നാട്ടുകാർ, എന്റെ വീട്ടുകാർ, എന്റെ പൂർവ്വപിതാക്കന്മാർ എന്നെ നോക്കി പറഞ്ഞതാണ്, ഇവരെ കൊണ്ട് ഒരു ഉപയോഗമില്ല എന്ന്. പക്ഷേ എന്റെ തലമുറ ഇന്ന് നിന്നുകൊണ്ട് പറയുന്നു, ഉപയോഗമുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് മാത്രമാണ്.
കാരണം 9-ാം അധ്യായം 2-ാം വചനത്തിൽ പറയുന്നു, എന്നെയും നിങ്ങളെയും യോഗ്യനാക്കി തീർത്തതിന് ശേഷമാണ് അവൻ എന്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് ചില ഭോജനങ്ങൾ വെച്ച് നീട്ടുന്നത്. യോഗ്യരല്ലെങ്കിൽ അവൻ ഒരിക്കലും നമുക്ക് ആ അനുഗ്രഹങ്ങൾ തരികയില്ല. ഈ സത്യവും ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, അവന് യോഗ്യരായി തീരുവിൻ. അവന് യോഗ്യരായി തീർന്നാൽ നമ്മൾ വിചാരിച്ച സമയത്തല്ല, തക്ക സമയത്ത് പലരുടെയും മുന്നിൽ നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ്. ഈ വചനം വായിക്കുമ്പോൾ ഞാനും ഒരു നുറുങ്ങിയ അവസ്ഥയിലായിരുന്നു. ഈ വചനം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത്. അതിന്റെ ആദ്യത്തെ വചനം നമ്മൾ വായിച്ചു. ആദ്യം ഒരു കുറിവാക്യം ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചായിരുന്നു. 10-ാം അധ്യായം 6-ാം വചനം. അതിനുശേഷം ശൗലിനെ ഒന്നും കൂടെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ വേണ്ടി ശമൂവേൽ കുറച്ച് അതിന്റെ 10-ാം അധ്യായം 2, 3, 4, 5 വചനത്തിലൂടെ ഇങ്ങനെ പറയുന്നു, നിന്റെ മുന്നിൽ ചില അടയാളങ്ങൾ നീ കാണും. ആ അടയാളങ്ങൾ കാണുമ്പോൾ നീ ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കടന്നു വരുവാൻ പോവുകയാണ്. ആ അടയാളങ്ങൾ കാണുമ്പോഴും നീ ഒരിക്കലും അവിശ്വസിക്കരുത്. കാരണം ആ അടയാളങ്ങൾ ഉണ്ടാകുന്നത് പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയിലാണ്. അതുകൊണ്ടാണ് 6-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നീയും ആ വിശ്വസിച്ചവരോട് കൂടെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്, നീയും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയായി തീരും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നീയും എന്ത് ചെയ്യുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നീയും എന്ത് ചെയ്യും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നീയും അവരോട് കൂടെ ചേർന്ന് പ്രവചിക്കുവാനിടയാകും. അത് കഴിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്, നീ പിന്നെ പഴയ നീയല്ല, ഞാൻ പിന്നെ പഴയ ഞാനല്ല. ആ യോഗ്യനാക്കി തീർത്തതിന് ശേഷം പലരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെയും നിന്നെയും മാനിക്കുമ്പോൾ ഒരിക്കലും ഒരു സഭയിലോ ഒരു കൂട്ടത്തിനോ പോയി ഒരു മൂലയിൽ ഇരിക്കുവാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധിക്കുകയില്ല. ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് ഈ സഭ കഴിഞ്ഞിട്ട് പോകാം, ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് പോകാം എന്ന് ആലോചിക്കുവാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധിക്കുകയില്ല. കാരണം ആ അനുഗ്രഹത്തിന്റെ മുത്തുകൾ, ആ അനുഗ്രഹത്തിന്റെ വാക്കുകൾ, ആ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം എന്നെയും നിങ്ങളെയും മനസ്സിൽ നിന്ന് പ്രേരിച്ചുകൊണ്ടേയിരിക്കും. നീ ഇന്നും നിന്നാൽ ഇതേ ദൈവത്തിന് വേണ്ടി പലരും നിൽക്കുവാനിടയാകുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വായിച്ച സങ്കീർത്തനം നമ്മോട് പറയുന്നത്, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ തണുപ്പിന്റെ അവസ്ഥയായി മാത്രമല്ല, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായീകരണത്തിന്റെ അവസ്ഥയായി കടന്നു വരുമെന്നുള്ളതാണ്. ഈ വചനത്തെ അറിഞ്ഞതിന് ശേഷം, ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷം, ഒരു യോഗ്യതയില്ലാതിരുന്ന സമയത്ത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ കാണുകയില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അവൻ നമ്മളെ യോഗ്യനാക്കി നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ വഴിയിലൂടെ ഞാനും നിങ്ങളും നടന്നില്ലെങ്കിൽ, ഇതേ വചനം അയച്ചുകൊണ്ട് അവൻ എന്റെയും നിങ്ങളെയും അനുഗ്രഹങ്ങളെ മാറ്റിവെക്കുവാനിടയാകും. ഇത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ട അതേ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നാണ്. തന്റെ ദാസൻ തനിക്ക് വേണ്ടിയുള്ളതെല്ലാം കൊടുക്കുവാനിടയായി. അതോ ശൗലോ എന്നോ ദാവീദിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ കണ്ടപ്പോൾ തന്റെ ജീവിതത്തിൽ അപവാദി ഇട്ടുകൊടുത്തൊരു കാര്യമാണ്, നിന്നെക്കാളും അവനെ ഉയർത്തരുത് എന്നുള്ളത്. ഇതിന്റെ അർത്ഥം ഇതാണ്, വചനത്തിന്റെ ഒരർത്ഥം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചു നിർത്തിയിരിക്കുന്നത്, എന്നെയും നിങ്ങളെയും വിശ്വാസത്തിൽ നിലനിർത്തിയിരിക്കുന്നത് ആരെയും നിരുത്സാഹപ്പെടുത്തുവാനല്ല, പലരെയും ഈ അന്ത്യകാലത്ത് ഈ യേശു കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേടുന്നതിന് വേണ്ടിയാകുന്നു. പലരും ഈ നാമത്തിന് വേണ്ടി തല്ലും അടിയും സഹിച്ചുകൊണ്ട് ഇപ്പോഴും പല ദേശങ്ങളിലായിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം നിങ്ങളെ പത്രോസിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും തള്ളി പറഞ്ഞതാണ്. ഈ സ്നേഹനാഥന്റെ, ഈ പ്രത്യാശനാഥനെ നേരിട്ടറിഞ്ഞവനാണ്. പക്ഷേ തന്റെ ജീവിതത്തിലുണ്ടായ ചില അവസ്ഥകൾ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം നിങ്ങളൊന്ന് ഇരുത്തി വായിച്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. പത്രോസ് അവിടെ പറയുന്നു, 3-ാമത്തെ പ്രാവശ്യം യേശു കർത്താവ് ചോദിച്ചു, ഇതിനെല്ലാം ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് യേശു കർത്താവിനോട് പറഞ്ഞു, ഒരിക്കൽ കൂടെ എന്നോട് ചോദിച്ചാൽ എന്റെ ഹൃദയം നുറുങ്ങിപ്പോകും, എന്റെ ഹൃദയം കലങ്ങിപ്പോകും. കാരണം പത്രോസിന് മനസ്സിലായി, ഞാൻ തെറ്റുകൾ ചെയ്ത് അകന്നപ്പോഴും, ഞാൻ ഈ വഴിയിൽ നിന്ന് മാറി ജീവിച്ചപ്പോഴും അവൻ എനിക്ക് വേണ്ടി വഴിയരികെ ആലോചിച്ച് എനിക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് വേണ്ടി നിന്ന ഒരു ദൈവമാണ്. കാരണം അവൻ ചങ്കിലെ ചോര തന്നാണ് എന്നെയും നിന്നെയും വീണ്ടെടുത്തത്.
നിന്നെ യോഗ്യനാക്കി തീർക്കുവാനായിട്ട് അവൻ ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുവാനായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ എന്നെ നിങ്ങളോട് പറയുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത്, അവന്റെ വരവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്റെയും നിങ്ങളുടെയും ഈ വിശ്വാസത്തിലേക്കുള്ള വരവിനൊരു ഉദ്ദേശമുണ്ട് പ്രിയ ദൈവമക്കളെ. അത് വേറൊന്നുമല്ല, പലരെയും ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാനായിട്ടാണ്. ഞാൻ പറയുകയുണ്ടായി, ഞാനും പലപ്പോഴും ഒരു പാസ്റ്ററിന്റെ മകനെ ജനിച്ചതിന് ശേഷവും ഈ സത്യവചനത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു മീറ്റിംഗ് ഞാൻ പറയുകയുണ്ടായി, ഈ സത്യവചനത്തെ ഏകദേശം 1.5 വർഷക്കാലം ഞാൻ തൊട്ടതേയില്ല, മാറ്റിവെച്ചു. കാരണം ഈ വചനം ഞാൻ എവിടെ വായിച്ചാലും അതെന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എനിക്കത് ഇഷ്ടമില്ലാതായപ്പോഴാണ് ഞാൻ ഈ വചനത്തെ മാറ്റിവെച്ചത്. അന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ മാറ്റിവെച്ചാൽ ഈ വചനവും എന്നെ മാറ്റിവെക്കും, ഈ ദൈവം എന്നെ മാറ്റിവെക്കും എന്ന് ഞാൻ എൻ്റെ മാനസിക ബുദ്ധിയിൽ വിചാരിച്ചു. പക്ഷേ ഈ വചനം എന്നെ മാറ്റിവെച്ചില്ല. ഈ വചനം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എന്നെ എവിടെ തകർക്കാവോ അവിടെ വെച്ച് തകർത്തുകൊണ്ട് തിരിച്ച് ഒരു നല്ല മൺപാത്രമാക്കി തീർക്കുവാനായിട്ട് ഈ വചനം എന്നെ പിൻപറ്റിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനും ഇവിടെ നിന്നുകൊണ്ട് ഈ സത്യവചനത്തെ സാക്ഷീകരിക്കുന്നത്. ഒരിക്കലും വിചാരിച്ചതല്ല കേരളത്തിന്റെ പ്രദേശത്ത് കടന്നു വന്ന് ദൈവവേലയും ആയിരിക്കാമെന്ന്. പല തടസ്സങ്ങളും ഞാൻ തന്നെ പല കാര്യങ്ങളും ദൈവത്തിന് മുന്നാകെ വെച്ചതാണ്. അതിലൊരു കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 2 ചേച്ചിമാരുടെ കല്യാണമായിരുന്നു. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലിട്ടിരിക്കുന്ന ഒരു വലിയ ഗേറ്റ്. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പയും മമ്മിയും മിനിസ്റ്റർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്യാണത്തിന്റെ ആ ഒരു പഴി പോലും കാണാനായിട്ട് ചിലപ്പോൾ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. പലരും പപ്പയെ നോക്കി ചോദിച്ചിട്ടുണ്ട്, മക്കൾക്ക് പ്രായമാകുന്നു, എന്തായി തീരുമെന്ന്. ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് വേറൊരു വഴിയിൽ പോകാനായിട്ട് ഞാനും ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ പപ്പയോട് പറയുമായിരുന്നു, ഒരിക്കലും വിളിച്ച ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നത് ഞാൻ വിചാരിച്ചതിനുപരിയായി ദൈവം എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളെല്ലാം മാറ്റി തന്നു. അപ്പോൾ ഈ സ്നേഹവാന ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് ഒന്ന് മാത്രം, എൻ്റെ ഹൃദയം ഞാൻ അവന് വേണ്ടി കൊടുക്കുക എന്ന്. പക്ഷേ ആ പത്രോസിനെ പോലെ ഞാൻ വീണ്ടും വീണ്ടും തള്ളിപ്പറയാനിടയായി. അപ്പോഴാണ് യേശു കർത്താവിനെ മനസ്സിലായത്, ഇവന്റെ ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയില്ലെങ്കിൽ ഇവനൊരിക്കലും ഈ സത്യവചനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുകയില്ല എന്ന്. ഞാനിപ്പോൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ആ തകർച്ച എൻ്റെ ജീവിതത്തിൽ വന്നത് കൊണ്ട് മാത്രം എൻ്റെ മനസ്സിൽ ഈ വചനത്തിന്റെ ആഴമേറിയ അർത്ഥങ്ങൾ നന്നായി മനസ്സിലാക്കാനായിട്ടിടയായി. ഈ സഹോദരന്മാർക്കിടയിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ പലരും കടന്നു വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. പലരും അവർ നേരത്തെ സിഗരറ്റ് വലിക്കുന്നവരും മദ്യപാനികളൊക്കെ ആയിട്ടാണ് കടന്നു വരുന്നത് കോളേജിൽ. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ നിന്ന് പലപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ കരയാറുണ്ട്. അവർ പറയും, എന്നോട് ദൈവം ഇടപെടുന്നു. അവർ 21 ദിവസം 40 ദിവസം ഉപവസിച്ചുകൊണ്ട്, സിഗരറ്റ് വലി മാറ്റിക്കൊണ്ട്, അവരുടെ മദ്യപാനം മാറ്റിക്കൊണ്ട്, പല ദിവസങ്ങൾ ഉപവസിച്ചുകൊണ്ട് ഇപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഞാനും ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്നത് അവർ പഴയ വ്യക്തികളല്ല. അവരുടെ വില്ലേജിൽ അവർ അവധിക്ക് കടന്നു പോകുമ്പോൾ പല പാസ്റ്റർമാരും, സത്യാവസ്ഥ ഇതാണ്, അവരുടെ പല പാസ്റ്റർമാരും ഇവരെ നോക്കിക്കൊണ്ട് പറയും, ഇത് ഞാൻ വിട്ട പയ്യനല്ല തിരിച്ചു വന്നത് എന്ന്. കാര്യം ഇതാണ്, എന്നാണോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ കാണിക്കുന്നത്, അന്ന് ഞാനും നീയും ആള് മാറിയവനെ പോലെ ആയിത്തീരും. അന്ന് ഞാനും നിങ്ങളും നിങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും ഈ സത്യത്തിന്റെ പുറകെ ഓടുവാനായിട്ടിടയാകും. എനിക്ക് പറയുവാനായിട്ട് പല കഥകളുണ്ട്. ഈ സത്യത്തിന്റെ വചനത്തിന്റെ പല കഥകൾ. ഈ വചനം എന്നിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു തത്വത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീട്ടിൽ കടന്നു പോകുമ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പൗലോസ് എഴുതിയ ലേഖനങ്ങൾ അതിന്റെ 1-ാം അധ്യായം വായിക്കുക. ആരെങ്കിലും ഒരാള് പൗലോസിന്റെ ലേഖനം, ഏതെങ്കിലും റോമർക്കോ കൊരിന്ത്യർക്കോ ഏതെങ്കിലും ഒരു ലേഖനം തുറന്ന് അതിന്റെ ആദ്യത്തെ വചനം വളരെ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ആമേൻ. 1 കൊരിന്ത്യർ അതിന് 1-ാം അധ്യായം 1-ാമത്തെ അധ്യായം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മതി. നിങ്ങൾ ആ വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാകും. എന്റെയോ നിങ്ങളുടെയോ ഇഷ്ടമല്ലായിരുന്നു, ദൈവ ഇഷ്ടമായിരുന്നു.
ആ ഇഷ്ടത്താലാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ വചനമേന്തി ഈ വിശ്വാസത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ആ വചനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, നിങ്ങൾ മറന്നു കളഞ്ഞ കുറച്ച് പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങൾ വേണ്ട എന്ന് വെച്ച് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തലമുറയെ ആലോചിച്ചുകൊണ്ടായിരിക്കും, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ടായിരിക്കും. ഇനി എനിക്ക് പ്രാർത്ഥിച്ചാൽ ഒരു ഉത്തരമില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളായിരിക്കും, നിങ്ങളുടെ പഠന കാര്യങ്ങളായിരിക്കും. നിങ്ങളെക്കാളും ശ്രേഷ്ഠമായവർ പലരും നിങ്ങളുടെ അതേ തരത്തിലിരുന്നു കൊണ്ട് ഉന്നതത്തിലേക്ക് പോകുമ്പോൾ നിരാശപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. ഇന്നത്തെ രണ്ട് സന്ദേശവും നിങ്ങളോട് എന്നോട് വിളിച്ചു പറഞ്ഞത് ഒന്ന് മാത്രമാണ്: താഴ്ചയുടെ താഴ്വരകൾ ഞാൻ നിനക്ക് നൽകിയത് നീ ആരാണ് എന്ന് നീ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാകുന്നു. നിന്നെ തകർക്കുവാൻ വേണ്ടിയല്ല, നിന്നെ പണിയുവാൻ വേണ്ടിയാണ്. നിന്റെ അന്വേഷണത്തിന്റെ ആ യാത്ര നീ തിരിച്ചു പോകാൻ വേണ്ടി മാത്രമായിട്ടല്ല, നിന്നെ മുന്നോട്ട് നയിച്ച് നീ ആലോചിച്ചതിനുപരിയായി, നീ നനച്ചതിനുപരിയായി നന്മകൾ പല സാക്ഷികളുടെ സമൂഹത്തിൽ നിനക്ക് വേണ്ടി തരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാള് ഈ വചനഭാഗത്തെ ധ്യാനിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന്റെ Hallelujah. Thank you, Jesus. Amen. Hallelujah. പിതാവിന്റെയും കേട്ട ആലോചനയും ഞങ്ങൾ വായിച്ച ഓരോ വചനഭാഗത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെയും ഇവിടെ കടന്നു വന്ന ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ എപ്പോൾ പ്രവർത്തിക്കണം എന്നുള്ളത് അങ്ങ് മുന്നമേ നിശ്ചയിച്ചു വച്ചിരിക്കുന്നുള്ള അപ്പ അങ്ങയെ സ്തുതിക്കുന്നു. അവരുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഈ വചനങ്ങളെ അയച്ച് അവരോട് സംസാരിക്കണമേ. ഒരിക്കലും പിന്തിരിഞ്ഞു പോകുന്നവരായിട്ടല്ല, തക്ക സമയത്ത് അങ്ങയുടെ വിശ്വസ്തരായ സേവകന്മാരെ, അങ്ങയുടെ വിശ്വസ്തരായ ശിഷ്യന്മാരെ അയച്ച് അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അങ്ങ് വഴി തുറക്കണമെന്ന് അടിയൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ. ഒരിക്കൽ കൂടെ ഈ സഭയെയും പ്രിയ പാസ്റ്ററിനെയും കുടുംബത്തെയും ഇവിടെ കടന്നു വന്ന ഓരോ വിശ്വാസികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ നുറുങ്ങിയവരാണെങ്കിലും അപ്പ ഞങ്ങളിൽ നിന്ന് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ വചനം ഞങ്ങളിലുണ്ട്. അതിനെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ വന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതുവരെ എത്തി. അങ്ങയുടെ കൃപ വന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതുവരെ നിലനിന്നു. നിന്നതല്ല, അങ്ങ് നിർത്തിയതാണപ്പ. വീണ്ടും പ്രത്യാശ ദീപത്തെയും ചേപ്പാടിൽ നടക്കുന്ന എല്ലാ മിഷൻ കാര്യങ്ങളോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അവിടെ ചിൽഡ്രൻസ് ഹോമുണ്ട്. അനാഥരായ പിള്ളേർ വളർത്തുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പല വിദ്യാർത്ഥികളും വന്ന് പഠിക്കുന്ന ഒരു ഭവനവും അവിടെയുണ്ട്. അതോടുപരി ചെറിയ ചെറിയ ട്രാക്റ്റ്, ബുക്കുകൾ, അതിൻ്റെ ട്രാൻസ്ലേഷൻ, ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ആ മിഷൻ വർക്ക് ചെയ്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യ ഈ ഒരു കാലഘട്ടം മിഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ വളരെ വളരെ ഒരു ദുർഘടം ഉള്ള ഒരവസ്ഥ ആണ് പല മിഷൻ ഓർഗനൈസേഷൻ കാണുന്നത്. പ്രാർത്ഥിക്കുക. വരും കാലങ്ങളിൽ കേരളത്തിലും വടക്കേന്ത്യയിലും ഇതേപോലെ പല ബ്രദർസിനെയും നമ്മളവിടെ വെൽക്കം ചെയ്യുന്നുണ്ട്. അവർക്ക് വചനം പഠിക്കുവാനും, അവർക്ക് പലരും അക്ഷരം പോലും അറിയാണ്ടാണ് അവിടെ കടന്നു വരുന്നത്. അവരെ എഴുതാനും വായിക്കുവാനും പഠിപ്പിച്ച് അവരെ ഓരോരോ സ്ഥലത്താക്കുവാനും ഈ മിഷൻ വർക്കിലൂടെ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സഭയുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എനിക്ക് സമയം തന്ന പ്രിയ പാസ്റ്ററിനും ഈ വചനം കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെയും പ്രത്യാശ ദീപത്തിൻ്റെയും വളരെ വളരെ നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. വരും കാലങ്ങളിൽ ഈ വചനം നിങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞാൻ ഉറപ്പായും പ്രാർത്ഥിക്കും. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.